ന്യൂജൻ ആനിമയിൽ എനിക്ക് ഏറ്റവും അധികം ഇഷ്ടമുള്ള ഒരു ആനിമയാണ് ചെയിൻസോ മാൻ. ആകെ ഇതിന്റെ ഒരു സീസണെ ഇറങ്ങിയിട്ടുള്ളെങ്കിൽ കൂടെ എനിക്ക് ഭയങ്കര യൂണീക്ക് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്, അതായത് ബാക്കിയുള്ള ഏത് ആനിമേസിൽ നിന്നും ഒരു യൂണീക്ക് ആയിട്ടുള്ള എക്സ്പീരിയൻസ് തന്നൊരു ഐറ്റം ആയിരുന്നു ഈ ഒരു ചെയിൻസോ മാൻ എന്ന് പറയുന്നത്. കാരണം ഇതിന്റെ ക്രിയേറ്റേഴ്സിനോ അല്ലെങ്കിൽ ഇതിന്റെ മാങ്ക എഴുതിയ ആൾക്ക് ഒരു ലിമിറ്റ് ഇല്ലായിരുന്നു. ആൾക്ക് എന്ത് വേണമെങ്കിലും എത്ര വിയേർഡ് ആയിട്ടും എത്ര ഇന്റൻസ് ആയിട്ടും പ്രസന്റ് ചെയ്ത് വെക്കാനുള്ള ഒരു മൈൻഡ് ഉണ്ടായിരുന്നു. അപ്പൊ ആ കാരണം കൊണ്ട് തന്നെ ഇതിന്റെ ആനിമയും ഭയങ്കര കിടുവായിട്ട് ഫീൽ ചെയ്തു. പോരാത്തിന് മപ്പയുടെ ആനിമേഷൻ, ബാക്ക്ഗ്രൗണ്ട് സ്കോർസ്, അതുപോലെ തന്നെ ക്യാരക്ടേഴ്സിനെ പ്രസന്റ് ചെയ്ത് വെച്ചിരിക്കുന്ന രീതി, ഈവൻ MC മെയിൻ ക്യാരക്ടറിനെ പോലും ഭയങ്കര ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിക്കാണ് ഇവർ സെറ്റാക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര അധികം എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ ഒരു ആനിമയായിരുന്നത്. ഇതിനകത്ത് ഒരുപാട് ആക്ഷൻ സീക്വൻസസോ അല്ലെങ്കിൽ ഈ വില്ലന്മാരെ നേരിടുന്ന ഫുള്ള് ഫൈറ്റ് സീക്വൻസസോ ഒന്നും വെക്കാണ്ട് കുറച്ച് കോമഡി സീക്വൻസസ് മാത്രമായിട്ട് വെച്ചാൽ പോലും നമുക്ക് കണ്ടിരിക്കാൻ തോന്നും. അങ്ങനെ ഒരു രീതിക്കാണ് ഈ ഒരു സംഭവം എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ ഒരു ആനിമയുടെ സൈഡിൽ നിന്നും ഈ അടുത്ത് വന്നേക്കുന്ന ഒരു സിനിമയാണ് ചെയിൻസോ മാൻ റിസേ ആർക്ക് മൂവി. അപ്പം ഈ ഒരു സിനിമ UK കഴിഞ്ഞ ദിവസമാണ് റിലീസ് ആയിട്ടുള്ളത്. ഞാൻ ഇന്നാണ് തിയേറ്ററിൽ പോയി കണ്ടത്. സംഭവത്തിനെ പറ്റി പറയാനാണെങ്കിൽ ഒരു രക്ഷയില്ല, ഗംഭീരം, അന്യായം, മാരകം, പൊളി 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 പൊപ്പൊളി അമ്മരേറ്റമാണ്. അതായത് ഭയങ്കര സ്ലോ ആയിട്ട് തുടങ്ങി, പഴയ ക്യാരക്ടേഴ്സിനെയൊക്കെ റീഇൻട്രൊഡ്യൂസ് ചെയ്ത് പുതിയൊരു ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഒരു റൊമാൻറ്റിക് സ്റ്റൈലിൽ പരിപാടി അങ്ങ് സ്റ്റാർട്ട് ചെയ്ത് സെക്കൻഡ് ഹാഫിന്റെ മൂട്ടിലോട്ട് എത്തുമ്പോഴത്തേനും ഇവന്മാര് മറ്റേ ഈ പടക്കത്തിന് അല്ലെങ്കിൽ അമ്മിട്ടിനൊക്കെ തിരി കൊടുത്തി വിടത്തില്ലേ, അതുപോലെ ഒരു കൊളുത്തങ്ങ് കൊളുത്തു. പിന്നെ അങ്ങോട്ട് പടം അങ്ങ് പോണ ഒരു പോക്കുണ്ട്. എന്റെ പൊന്നു മക്കളെ, ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണ്ണെടുക്കാൻ തോന്നുന്നില്ല സ്ക്രീനിൽ നിന്ന്, അതുപോലെയാണ്. അതായത് പടം തീരുന്ന പോയിന്റ് വരെ അവിടെ തുടങ്ങി ഇങ്ങനെ ആട്ടപ്പട്ടല ഫൈറ്റ് സീക്വൻസസ് ആണ്. അതും വേറെ ലെവലായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഭയങ്കര രസത്തിന് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ഭയങ്കര ഇന്റൻസ് ആയിട്ടുള്ള സീക്വൻസ് ആണെങ്കിലും അതിനകത്തോട്ട് കൊണ്ട് കോമഡി കുത്തിക്കയറ്റാനും അതുപോലെ തന്നെ അതിനൊപ്പം ഫൈറ്റ് സീക്വൻസസിനെ കൊണ്ടുപോകാനൊക്കെ ഭയങ്കര രസത്തിന് സാധിക്കുന്നുണ്ട്. ഇപ്പൊ ഒരു 18+ കാറ്റഗറിയിൽ പെടുത്താൻ പറ്റുന്ന ഒരു ആനിമയാണ്. ഇവിടെയൊക്കെ 15 ആണ്, 15 വയസ്സിന് താഴോട്ടുള്ളവർക്ക് കാണാൻ പറ്റത്തില്ല, അതിന് മണ്ടലോട്ടുള്ളവർക്ക് മാത്രം കാണാൻ പറ്റുന്ന ഒരു കാറ്റഗറിയിലാണ് ഈ ഒരു സിനിമ വന്നിട്ടുള്ളത്. പക്ഷേ എനിക്ക് തോന്നുന്നു 18+ ആവേണ്ട ഒരു ഐറ്റം തന്നെയാണ്. കാരണം അത്രയ്ക്ക് ഇന്റൻസ് ആയിട്ടുള്ള സീക്വൻസസ് ഉണ്ട്, സെക്ഷൽ സീക്വൻസസ് വരുന്നുണ്ട്, ഭയങ്കര ഗോറി ആയിട്ടുള്ള സീക്വൻസസ് വരുന്നുണ്ട്, ബ്ലഡ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇളകി ഒഴുകുവാണ് സംഭവത്തിനകത്തോടെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു മാരക എക്സ്പീരിയൻസ് ആണ് സാധനം നൽകുന്നത്. എനിക്ക് ഈ വർഷം കണ്ടൊരു യൂണീക്ക് എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം നമ്മളങ്ങനെ എല്ലാ ആനിമയ്ക്കകത്തൂടെയും കണ്ടുവരുന്ന ഒരു ടൈപ്പ് ഓഫ് സംഭവം അല്ല ഈ ഒരു ആനിമ പറയുന്നത്. ഇതിനകത്ത് നമുക്ക് പ്രീവിയസ് ആയിട്ട് കണ്ടുവരുന്ന പല ക്യാരക്ടേഴ്സിനെ റിലേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു സ്റ്റോറി ലൈനിനെയൊക്കെ റിലേറ്റ് ചെയ്യാനോ പറ്റുമെങ്കിൽ കൂടെ ആകെ മൊത്തത്തിൽ എല്ലാ തരത്തിലും ഇതിലെ മെയിൻ നായകനെ തുടങ്ങി അങ്ങ് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഇങ്ങനെ കൊണ്ടുപോകുന്നൊരു രീതിയുണ്ട്. അത് കാണുമ്പോൾ തന്നെ ഒരു യൂണീക്ക് ഫീലിംഗ് കിട്ടും. ഇതിനകത്തും സംഭവം കൊള്ളായിരുന്നു. എനിക്ക് ആക്ഷൻ സീക്വൻസസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർസും ഒരു രക്ഷയില്ല. എസ്പെഷ്യലി ഇൻട്രോ തീം, നമ്മുടെ സീസൺ 1-നകത്തുള്ളൊരു ഇൻട്രോ തീം ആയിരുന്നു കിക്ക് ബാക്ക്. അത് ഇടയ്ക്കിടയ്ക്ക് ഞാനിരുന്ന് റിപ്പീറ്റ് അടിച്ച് കേട്ടോണ്ടിരിക്കുന്ന ഒരു സാധനമായിരുന്നു. അതിനെ കഴിഞ്ഞ് കിടുവായിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു ആ സെയിം മ്യൂസിക്, റോണ്ടേവോ അങ്ങനെ കണ്ടാണ് അവരുടെ പേര്, ആ സെയിം മ്യൂസിക് ടീമിന്റെ അടുത്തു നിന്ന് തന്നെ വന്നിട്ടുള്ള ഒരു ഐറ്റമാണ് ഈ ഒരു ആനിമയ്ക്കകത്ത്. എന്റെ പേര് ഞാൻ മറന്നുപോയി. ആ സാധനം ഒരു രക്ഷയില്ലാത്തൊരു ഇൻട്രോ തീം. പിന്നെ അങ്ങോട്ട് പരിപാടി ഭയങ്കര സ്മൂത്ത് ആൻഡ് സ്ലോ ആയിട്ടാണ് തുടങ്ങുന്നത്. അപ്പം ഈ ഒരു സിനിമയുടെ സ്റ്റോറി ലൈൻ എന്ന് പറയുന്നത് മെയിൻ ആയിട്ടും ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ സീസൺ 1 ഇവന്റ്സിന് ശേഷം ഡെഞ്ചി അതുപോലെ തന്നെ ബാക്കിയുള്ളവരൊക്കെ വീണ്ടും തങ്ങളുടെ ആ ഒരു ഡബിൾ ഹണ്ടേഴ്സ് ആയിട്ടുള്ള ലൈഫ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് കൊണ്ടുപോവുകയാണ്. അപ്പം വളരെ യാദൃച്ഛികമായിട്ട് ഡെഞ്ചി ഒരു പെൺകുട്ടിയെ കണ്ടുമുട്ടുകയാണ്. ആ പെൺകുട്ടിയുടെ പേരാണ് റിസെ. അപ്പം മാക്കിമയോട് ഭയങ്കര അധികം സ്നേഹം മൂത്ത് നിൽക്കുന്ന ഒരു സമയമാണ് ഡെഞ്ചിക്ക്. അപ്പൊ ഈ സമയത്താണ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഈ റിസെ എന്ന് പറയുന്ന പെൺകുട്ടിയും കൂടെ നമ്മുടെ ഡെഞ്ചിയുടെ ഫ്രണ്ടിലേക്ക് വന്നുപെടുന്നത്. ആള് കൺഫ്യൂസ്ഡ് ആവുകയാണ്, ആരെ ശരിക്കും പ്രേമിക്കണം. ആൾക്ക് ഉള്ളിന്റെ ഉള്ളിൽ മാക്കിമയെ പ്രേമിക്കണമെന്നുണ്ട്. പക്ഷേ ഈ റിസെ കാണുന്ന മൊമെന്റ് തൊട്ട് തന്നെ ആളുടെ പുറകിലും പോവാൻ ഡെഞ്ചി ഇങ്ങനെ പ്രേരിതനാവുന്നു. പിന്നീട് ആ ഒരു റൊമാൻറ്റിക് അല്ലെങ്കിൽ ആ ഒരു പ്രണയം ഒരു വിയേർഡ് ആയിട്ടുള്ള രീതിക്ക് പോവുകയും ആൻഡ് പിന്നീട് അങ്ങോട്ട് ഒരു ആട്ടപ്പൊട്ടെല്ലാം വെട്ടിപ്പൊട്ടിക്കൽ അല്ലെങ്കിൽ അട്ടി വെട്ടിപ്പോക എന്നൊക്കെ പറയുന്ന ഒരു സെഗ്മെന്റിലേക്ക് സംഭവം കയറുകയാണ്. പിന്നെ അങ്ങനെ പോകുന്നു. പിന്നെ നിങ്ങൾക്ക് അറിയാലോ, ചെയിൻസോ മാന്റെ സീസൺ 1 ഒരുപാട് കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു. ഈ ചില സെക്ഷൽ സീക്വൻസസ് അല്ലെങ്കിൽ അങ്ങനത്തെ കുറെ സംഭവങ്ങൾ, പിന്നെ അതുപോലെ തന്നെ ഈ ബ്ലഡി ഗോറി ആയിട്ടുള്ള സീക്വൻസസ്, ഈ സംഭവങ്ങളൊക്കെ വീണ്ടും ഇവരോടെ കൊണ്ടുവരുന്നുണ്ട് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട്. ക്ലൈമാക്സ്, അതായത് ഒരു ലാസ്റ്റ് 30 മിനിറ്റ്സ് ഇങ്ങനെ അന്യായ ലെവലിൽ കൊണ്ടുപോകണം. അതിൻ്റെ ഒരു നൈസ് ക്ലൈമാക്സും ഉണ്ട്. നമുക്ക് ഒരു പ്രത്യേക ഫീൽ വരുന്ന ഒരു ക്ലൈമാക്സ് ആണ് ഇതിനുള്ളത്. ആൻഡ് ഇതിന്റെ നെക്സ്റ്റ് പാർട്ട്, അതായത് ഇനി വരാൻ ഇരിക്കുന്ന ആർക്കൊക്കെ ഗജപോക്കരി ഐറ്റം ആണെന്നാണ് കേട്ടേക്കുന്നത്. പക്ഷെ അതിൻ്റെയൊക്കെ ഒരു തരത്തിലുള്ള ഗ്ലിംസ് ഇവർ ഇട്ടിട്ടില്ല. ജസ്റ്റ് എങ്ങനെയാണോ സിനിമ തുടങ്ങിയത് അത് വെച്ച് തന്നെ സിനിമ അവസാനിപ്പിക്കുന്നു. ഫ്യൂച്ചർ കണ്ടന്റ്സിന് വേണ്ടിയുള്ള ഒരു തരത്തിലുള്ള ഗ്ലിംസസോ പരിപാടി ഇടുന്നില്ല. എന്തായാലും പരിപാടി കൊള്ളാം, ഉഷാറായിട്ടുണ്ട്. നിങ്ങൾക്ക് ചെയിൻസോ മാന്റെ സീസൺ 1 ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് അതിലും ഇഷ്ടപ്പെടും. അമ്മാതിരി ഒരു ഐറ്റമാണ്. സോ കാണാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്യുക.